ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് ഗർ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. കുഞ്ചാക്കോ ബോബനെയും അതുപോലെ തന്നെ നമ്മൾ സുരാജ് വെഞ്ഞിറമൂടിനെയും കേന്ദ്ര കഥാപാത്രമായി ഒരുക്കിയ ചിത്രമാണ് ഗർ എന്ന് പറഞ്ഞ ചിത്രം. ചിത്രം പറയുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ മൃഗശാലയിലേക്ക് ഒരാൾ വരികയും അവിടെ പുലിൻ്റെ അടുത്തിലേക്ക് ഇറങ്ങിയിട്ട് ആകെ പുലിനെ ഇതാക്കാൻ വരികയും ചെയ്യുന്നതിലൂടെയാണ് കഥ പോകുന്നത്. പക്ഷേ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് കഥ എന്ന സാധനം ഇല്ല. ഒരു മൃഗശാലയിലേക്ക് വരികയും അതുപോലെ കാമുകി ചതിച്ചതിൻ്റെ പേരിൽ മൃഗശാലയിലെ പുലിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയാൽ ധൈര്യം കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരാളെ കഥയാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അതിലേക്ക് സുരാജേട്ടൻ വരെ രക്ഷിക്കാൻ വരികയും അങ്ങനെ കുറെ പോകുന്നു കഥ. പക്ഷേ ചിരിക്കാനുള്ള വക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. സുരാജേട്ടൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അതിഗംഭീരമായി സുരാജേട്ടൻ ചെയ്തിട്ടുണ്ട്. കാരണം സുരാജേട്ടൻ്റെ കോമഡി ട്രാക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിലേക്ക് സുരാജേട്ടൻ വരുന്നത് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ കുഞ്ചാക്കോവിൻ്റെ അഭിനയം മോശമായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ നമുക്ക് ഒരു അഭിനയിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഭിനയമാണ് എന്ന്. അല്ലാതെ അതിനു വേണ്ടി ഇത് കാട്ടിക്കൂട്ടുന്ന കാട്ടിൽ നമുക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടലാണ് ഇതിൽ കുഞ്ചാക്കോവൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗർ എന്ന ചിത്രം തീർച്ചയായും തിയേറ്ററിൽ പോയി നിങ്ങൾ തീർച്ചയായും കാണരുത്. അത്യാവശ്യം നല്ല രീതിയിൽ മോശപ്പെട്ടൊരു മൂവിയാണ് ഈ മൂവി. പക്ഷേ എൻ്റെ റിവ്യൂ ആണിത്. എനിക്ക് ഈ പടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര രീതിയിൽ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും തിയേറ്ററിൽ പോയി കാണാനുള്ള വക ഇതിലില്ല. നമ്മൾ തീർച്ചയായും തിയേറ്ററിൽ പോകാൻ ഉദ്ദേശിച്ചത് കോമഡി ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ. പക്ഷെ കോമഡിക്കുള്ള വകകളൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു തവണ പോലും ചിരിക്കാനുള്ള ഒന്നുമില്ല. ഇതിൽ അഭിനയിച്ചൊരു സുരാജേട്ടനെ വെച്ച് ബാക്കി എല്ലാവരും മോശമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടില്ല. പിന്നെ ഇവരൊന്നും അഭിനയിക്കാൻ അറിയുന്നവരെ അല്ല എന്നല്ല പറയുന്നത്, അഭിനയിക്കാൻ അറിയാം. പക്ഷേ ഈ ചിത്രത്തിൽ അവർ അഭിനയമൊക്കെ പറ്റ മോശമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. JK എന്തിൻ്റെ സംവിധായകനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് അവരെ കുറിച്ച് പറയണ്ട. അതിൽ കഥാകൃത്തൊക്കെ ഈ ആൾ തന്നെയാണ്, സംവിധായകൻ തന്നെയാണ്. സംവിധായകൻ്റെ കൂടെ തിരക്കഥയ്ക്ക് വേറെ ഒരു ആളും കൂടി ഉണ്ട്. പക്ഷേ ഇതിൽ പാട്ടും നമുക്ക് അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന പാട്ടുകളൊന്നുമില്ല. പിന്നെ ഒറിജിനൽ സിംഹത്തെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് പറഞ്ഞു കേട്ടു. അപ്പോൾ നമുക്ക് അത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സുരാജേട്ടൻ്റെ കോമഡി രസമുണ്ട്, പക്ഷേ ചിരിക്കാനുള്ള ഒന്നുമില്ല. പക്ഷേ സുരാജേട്ടൻ തിരിച്ച് കോമഡിയിലേക്ക് വരുന്നത് നമുക്ക് എല്ലാവർക്കും ചിരിക്കാനുള്ള വക ഉണ്ടാകും ഇനിയുള്ള ചിത്രങ്ങളിലൊക്കെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ തിയേറ്ററിൽ പോയി കാണാനുള്ള ചിത്രമില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പടം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യും.